ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 509ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരു റിക്വസ്റ്റാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കിയാൽ നിങ്ങൾക്ക് എല്ലാ പ്രോപ്പർട്ടികളുടെയും വീഡിയോസ് കാണാവുന്നതാണ്. പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതുമാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടു മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടി എന്നൊക്കെ പറയാം. വളരെ ആ ഒരു ഏരിയയിൽ ഫ്ലോട്ടുകളായിട്ടൊക്കെ തിരിച്ച് വീടുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. വെള്ളം കയറുന്നതായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തൊരു ഏരിയയാണ്. 7 സെൻറ്റിൽ 1250 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകൾ, ഒരെണ്ണം അറ്റാച്ച്ഡും ഒരെണ്ണം കോമണുമായിട്ടുള്ളൊരു വീടാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കോമ്പൗണ്ടാണ് നമ്മൾ കണ്ടത്. ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടുവരികയാണ്. കിണറാണ് ഇവിടെയായിട്ട് ഒരു ചെറിയ തട്ട കൊടുത്ത് ഒരു കിണർ. ഇപ്പോൾ ധാരാളം വെള്ളമുണ്ട്, കാരണം എല്ലായിടത്തും മഴയൊക്കെ പെയ്യുന്നുള്ളതുകൊണ്ട് എല്ലാ കിണറുകളും നിറഞ്ഞു കവിഞ്ഞാണ് കിടക്കുന്നത്. ഇവിടെ വെള്ളത്തിന് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് അതിൻ്റെ ഉടമയെ അറിയിച്ചിരിക്കുന്നത്. നമ്മൾ അടുക്കളയുടെ ഭാഗത്തൂടെ, അടുക്കളയുടെ തൊട്ടടുത്ത് തന്നെയാണ് കിണർ കൊടുത്തിരിക്കുന്നത്. ബാക്കിലൊക്കെ ധാരാളം ഇടയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3-4 പേർക്ക് സുഖമായിട്ട് നടന്നു പോകാവുന്ന ഇട പുറകിലത്തെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് വീടുകൾ കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ട് വീട് വന്നിട്ടുണ്ട്, വലതുവശത്തെ വീട് വന്നിട്ടുണ്ട്. എന്നാൽ താഴെ ഭാഗങ്ങളെല്ലാം ധാരാളം വീടുകളൊക്കെയുള്ള ഏരിയയാണ്. മുറ്റം കണ്ടല്ലോ, ധാരാളം മുറ്റമുള്ള ഏരിയയാണ്. നമുക്ക് ഫ്രണ്ട് വശത്ത് ഇപ്പോൾ തന്നെ ഒരു വണ്ടി കിടന്നിട്ടും ഇനിയും വണ്ടികൾ ധാരാളം ഇടാവുന്ന ഒരു ഇതുണ്ട്. കാർ പോർച്ച് കൊടുത്തിട്ടില്ല, കാർ പോർച്ച് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മണർകാട് ജംഗ്ഷനിലോട്ടുള്ള ദൂരം. മണർകാടിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എപ്പോഴും പറയുന്നതാണ്. നമ്മുടെ സിറ്റ് ഔട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു ബ്രൗൺ കളർ ടൈലൊക്കെ കൊടുത്തുകൊണ്ട് ഡോറൊക്കെ നല്ല തേക്കിൻ്റെ തടിയിൽ തീർത്തിരിക്കുന്ന നല്ല മനോഹരമായ ഡിസൈനോട് കൂടിയ ഡോറുകളും അതുപോലെ തന്നെ മനോഹരമായ ടൈലുകളും ഒക്കെ നൽകി. ഇതാ നമുക്ക് ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം. കയറുമ്പോൾ തന്നെ അവിടെയും ബ്രൗൺ കളർ ഡിസൈനോട് കൂടിയ ഒരു ടൈലാണ് അവിടെയും നൽകിയിരിക്കുന്നത്. എങ്കിലും വൈറ്റ് കളർ നിൽക്കുന്നതുകൊണ്ട് വീടിൻ്റെ അകത്ത് ധാരാളം വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ലിവിങ് ഏരിയയിൽ ധാരാളം സ്പേസ് ഉണ്ട് എങ്കിലും നമുക്ക് സ്റ്റെയർ കേസൊക്കെ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമും നമുക്ക് ലിവിങ് ഏരിയയുടെ അവിടെ നിന്നാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ചെറിയൊരു ഒരു പാർട്ടീഷനോട് കൂടി നമ്മൾ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ കാണുന്ന മുമ്പ് നമുക്ക് കിച്ചൺ ഒന്ന് കാണാം. നല്ല വുഡൻ ഗ്ലാസ് ഡോറോട് കൂടിയ കിച്ചൻ്റെ ഡോറും അതോടൊപ്പം ഫ്ലോറിങ്ങൊക്കെ നല്ല വുഡൻ ഫിനിഷോട് കൂടിയ ടൈല്. എന്തുകൊണ്ടും ഒരു വ്യത്യസ്തമായ രീതിയിൽ ടൈലുകളൊക്കെ ചെയ്ത് കബോർഡ് വർക്കും സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്ന 2 കിച്ചണുകൾ. ഒന്ന് നമുക്ക് മെയിൻ കിച്ചണും രണ്ടാമത്തേത് നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള കിച്ചണുമാണ്. 9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. ഡൈനിങ് ഏരിയ കണ്ടല്ലോ. ഡൈനിങ് ഏരിയയിൽ നമുക്ക് വാഷ് ബേസിന് കൂടാതെ ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല സാമാന്യ വലുപ്പമുള്ള നല്ല ബാത്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. എല്ലാം നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് വർക്കുകളും പ്ലംബിങ്ങുമാണ്. നമ്മുടെ ഡൈനിങ് ഏരിയ എന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്ന് ഒരു ബെഡ്റൂമിലേക്കും അതോടൊപ്പം തന്നെ ഡൈനിങ് ഏരിയയിൽ നിന്ന് 2 ബെഡ്റൂമിലേക്കും സ്റ്റെയർ കേസുമാണ് അവിടെ നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂം നമുക്ക് കാണാം. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ നല്ല വ്യത്യസ്തമായ ഒരു ഓറഞ്ച് പോലത്തെ കളർ ഉപയോഗിച്ച് നല്ല ഡിസൈൻ നൽകിയിട്ടുണ്ട്. ആ റൂമിന് AC-യുടെ പോയിൻറ്റുകളും എല്ലാം നൽകിയിട്ടുണ്ട്. നമുക്ക് ബാത്റൂം എന്ന് കയറി കാണാം. നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ടൈലുകൾ കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ബാത്റൂമിൽ ലഭിക്കുന്നുണ്ട്. ഡോറൊക്കെ വുഡൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. ആ റൂമിന് നേരെ ഓപ്പോസിറ്റ് സെക്കൻഡ് റൂമും വരുന്നുണ്ട്. അവിടെ ഒരു ബ്ലൂ കളർ പെയിൻ്റാണ് നമുക്കൊരു വശത്താണ് നൽകിയിരിക്കുന്നത് ആ റൂമിൻ്റെ ഭംഗി കൂട്ടുവാനായിട്ട്. എങ്കിലും ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടില്ല. ഇതിന് കോമൺ ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. എങ്കിലും ഇവിടെ സ്റ്റോറേജ് സ്പേസ് കയറി വരുന്ന ഡോറിന് മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് ഏരിയയിൽ കൂടെ കടന്ന് നമുക്ക് ലിവിങ് ഏരിയയിലെ ആ ഒരു റൂമും കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ലിവിങ് ഏരിയ നല്ല ധാരാളം സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല ഒരു വലിപ്പമുള്ള ഒരു ബെഡ്റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇരുവശത്തായിട്ട് 3 വാളുകളുടെ ജനം കൊടുത്ത് ഒരു വ്യത്യസ്തമായ കളറോട് കൂടിയ ഒരു ബ്ലൂ കളർ എന്നാൽ പറയാൻ പറ്റത്തില്ല, എങ്കിലും
നല്ലൊരു വ്യത്യസ്തമായ കളറോട് കൂടിയ ഒരു പെയിൻറ്റ് അവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കയറി നമുക്കിന്ന് സ്റ്റെയർ കേസൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് വരാം. നല്ല വലിപ്പമുള്ള നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസാണ്. ഹാൻഡ് റെയിലൊക്കെ സ്റ്റീലിൻ്റെ നൽകിയിട്ടുണ്ട്. ടൈലുകളൊക്കെ ആണെങ്കിലും ആ ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൊടുത്തിരിക്കുന്ന അതേ പാറ്റേണാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു വുഡൻ ഡോറാണ് നമുക്ക് ടെറസിലേക്ക് ഇറങ്ങാനുള്ള കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസ് നന്നായി തന്നെ നമുക്ക് ബാക്കി കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് മുകളിലത്തെ നിലയിലും റൂമുകൾ കൊടുക്കാവുന്ന രീതിയിലാണ് വീടിൻ്റെ പണികൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ 2 നില വീട് ചെയ്യാവുന്ന ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ആ ഒരു ഏരിയ ഫുൾ ഇവിടെ നോക്കിയാൽ കാണുവാൻ കഴിയും. നമുക്ക് ഇഷ്ടം പോലെ വീടുകൾ തട്ടായിട്ട് ഉള്ള ഒരു ഏരിയ ആണ് ഇവിടെ. എല്ലാ വീടുകളിലേക്കും കോൺക്രീറ്റ് റോഡുകളും അതുപോലെ ബ്രിക്സ് പതിപ്പിച്ച വഴികളുമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം അതിൻ്റേതായിട്ടുള്ള ഗുണമേന്മ മുൻനിർത്തിക്കൊണ്ടാണ് അതിൻ്റെ വർക്കുകളെല്ലാം അവിടെ നടന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ വീടിൻ്റെ കാഴ്ചകൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വളരെ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിൻ്റെ വിലയും വിവരങ്ങളൊക്കെ ഇതിൻ്റെ ക്യാപ്ഷനും തമ്പനിയിലും കൊടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലും നിങ്ങൾക്ക് കാണുവാൻ വിലയുടെ വിവരങ്ങളൊന്നും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടാൻ മറക്കല്ല്. ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല്. പിന്നെ മൺറാടിനെ പറ്റി കൂടുതൽ പറയാം. മൺറാട് പള്ളി ആണ് നമ്മൾ അടുത്തുകൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൺറാട് പള്ളി അതുപോലെ തന്നെ 8 നോയമ്പൊക്കെ നടക്കുന്ന ഫേമസ് പള്ളിയാണ് മൺറാട്, അറിയാമല്ലോ എല്ലാവർക്കും. പിന്നെ മറ്റു വിഭാഗക്കാരുടെ പള്ളികളും അമ്പലങ്ങളും മുസ്ലിം മോസ്കും ഒക്കെ ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്തിരിക്കുന്നു. പ്രധാനമായ 3 ടൗണുകളുടെ മധ്യത്തിലായിട്ട് ഈ പ്രോപ്പർട്ടി വരും. ഒന്ന് പാമ്പാടി, പുതുപ്പള്ളി, മണർകാട്. ഈ 3 മെയിൻ ടൗണുകളുടെ മധ്യത്തിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ എത്രയും വേഗം നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ ബാങ്കുകൾ എല്ലാം തന്നെ, സ്കൂള്, കോളേജുകൾ, +2 ഇത് വേണ്ട എല്ലാ അവശ്യ സാധനങ്ങളും ലഭിക്കുന്ന ഏരിയയാണ് നമുക്ക് മണർകാട്. കോട്ടയത്തിനാണെങ്കിലും ഈ പറയുന്ന 9 കിലോമീറ്റർ അല്ലെങ്കിൽ ഈ വലിയ ദൂരമില്ല. ഞാൻ കൊടുത്തിരുന്നല്ലോ ആ ദൂരം എത്രയാണെന്ന്. അപ്പം കോട്ടയം ടൗൺ ആണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെന്നെത്താനുള്ള ആക്സസ് ഉണ്ട്. ഏറ്റുമാനൂർ ടൗണിലേക്ക് പോകാനും നമുക്ക് ബൈപ്പാസ് റോഡ് കയറിയാൽ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഏറ്റുമാനൂർ എത്തിച്ചേരാൻ സാധിക്കും. എയർപോർട്ടിൽ പോകാനൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യമാണ്. നിങ്ങൾ ഈ പ്രോപ്പർട്ടി കാണുമ്പോൾ ഇത് മണർകാട് പള്ളിയുടെ മുൻപിലായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം എനിക്ക് ഒരു കാര്യം കൂടെ ഈ ഒരു സമയത്ത് പറയട്ടെ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ഞെക്കാനും മറക്കരുത്. നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ വിരൽത്തുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് നിങ്ങളുടെ കൈകളിൽ എത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.